ഇവിടെ എക്കണോമിക്സിൽ ബഡ്ജറ്റ് എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റ്സാണ് ഇതൊക്കെ. അപ്പം അതിൻ്റെ ഫോർമുലാസാണ് ഇതെല്ലാം ഇപ്പം ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇതറിയണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ബേസിക് നോളജ് വേണം. അതാണ് ഗവൺമെൻറ് ബഡ്ജറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റവന്യൂ ബഡ്ജറ്റിനും ക്യാപിറ്റൽ ബഡ്ജറ്റിനും. ആ റവന്യൂ ബഡ്ജറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റവന്യൂ റെസിപ്റ്റ്സിനും റവന്യൂ എക്സ്പെൻഡിച്ചറിനും. ഇവിടെ ഈ റവന്യൂ എന്ന് പറയുന്നത് അല്ല കേട്ടോ ഇൻകം. റവന്യൂ എന്ന് പറയുന്നത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനുള്ള പൈസ ഉള്ളൂ. അപ്പം റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതായത് ദൈനംദിന പരിപാടികൾ നടത്താൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയാണ് റവന്യൂ റെസിപ്റ്റ്സ്. അതിപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതായത് ഇന്ന് എല്ലാ ദിവസത്തെ കാര്യങ്ങൾ ഓടിക്കാൻ ചിലവാക്കുന്ന പൈസയാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറയാതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സാലറി, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ശമ്പള ഇനത്തിൽ കൊടുക്കുന്ന പൈസയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ ഗവൺമെൻറ് വാഹനങ്ങൾക്ക് അടിക്കുന്ന പെട്രോള്, അതായത് ഫ്യൂവലായിട്ട് വരുന്ന ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെയാണ് റെൻറ്റ്, വാടക കെട്ടിടങ്ങൾ കൊടുക്കാനുള്ള പൈസ. ഇത്തരം സംഭവങ്ങളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും എന്തൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അടിയിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമാണ് റവന്യൂ റെസിപ്റ്റ്സ്, അതായത് ഗവൺമെൻറ് ഡേ ടു ഡേ ആയിട്ട് പിരിഞ്ഞ് കിട്ടുന്ന പൈസയാണ് റവന്യൂ റെസിപ്റ്റ്സ്. ആ കാറ്റഗറി ഇപ്പം നമ്മൾ പറഞ്ഞ സാധനമൊക്കെ തന്നെ വരും. ഫ്യൂവലും ഇല്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വരും. ഇപ്പം റെൻറ്റ്, ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് പിരിഞ്ഞ് കിട്ടുന്ന പൈസ റവന്യൂ റെസിപ്റ്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലിലേക്ക് മുടക്കുന്ന പൈസ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പം പുതിയ റോഡ് പണിയുന്നു, എയർപോർട്ട് പണിയുന്നു, അല്ലെങ്കിൽ ആശുപത്രി പണിയുന്നു, സ്കൂൾ പണിയുന്നു, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പിന്നെയുള്ളത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്ന രീതികളാണ്. അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. ഒന്നില്ലെങ്കിൽ ലോണ് എടുക്കാം, അല്ലെങ്കിൽ ലോണ് കൊടുക്കാം. ഈ ലോൺ കൊടുക്കുമ്പോൾ പൈസ കിട്ടുന്നത് എങ്ങനെയാണ് സംശയം തോന്നും. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പിരിഞ്ഞ് കിട്ടുന്ന പൈസ നമുക്ക് ഓരോ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ. അപ്പം ലോൺ എടുക്കാം, ലോൺ കൊടുക്കാം, അല്ലെങ്കിൽ അസറ്റ്സ് വാങ്ങാം. അസറ്റ്സ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് പൈസ റൈസ് ആവുന്നതെന്ന് വെച്ചാൽ, കിട്ടിയ അസറ്റ്സിൻ്റെ കിട്ടുന്ന ലാഭം, നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി വാങ്ങുവാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഉപയോഗിക്കാം. അതാണ് അസറ്റ്സ് വാങ്ങുക. അല്ലെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും അസറ്റ്സ് കൊടുക്കാം, നല്ല വില കിട്ടുമ്പോൾ കൊടുക്കാം. അപ്പം ജസ്റ്റ് ഇത്രയും നോക്കിയിരുന്നാൽ മതി. നമുക്കിനിയിപ്പം ഡെഫിസിറ്റ് എന്താ നോക്കാം. ഡെഫിസിറ്റിൻ്റെ മലയാളം കമ്മി എന്നാണ്. അപ്പം ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന അവസ്ഥ. അതായത് എനിക്കിപ്പം 1000 രൂപ ശമ്പളമുണ്ട്, പക്ഷേ എൻ്റെ ചിലവ് 1500 ആണെങ്കിൽ എന്ത് സംഭവിക്കും? -500 വരും. ഇതെന്ന് പറയുന്നത് ഡെഫിസിറ്റാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സർപ്ലസ് എന്ന് പറയും. അതായത് 1000 രൂപ എനിക്ക് വരുമാനമുണ്ട്, എൻ്റെ ചിലവ് ഒരു 500 ആണെങ്കിൽ എനിക്കിവിടെ 500 സർപ്ലസ് ആയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പം ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൈനസിലായിരിക്കും എന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത്. അപ്പം നമുക്ക് ഈ സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അതിന് അതായത് റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. അതാണെങ്കിൽ നമുക്ക് ഇവിടെയാണെങ്കിൽ ഉപയോഗിക്കുന്നത് റവന്യൂ റെസിപ്റ്റ്സ്, അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഇവിടെ അത് എടുക്കുമ്പം എന്താ വരുന്നത്? എക്സ്പെൻഡിച്ചർ, അതുപോലെ ക്യാപിറ്റൽ
എക്സ്പെൻഡിച്ചർ ജസ്റ്റ് ഒരു റിയൽ സിനാറിയോ പോലെ എടുത്തു നോക്കാം. ഇവിടെ എനിക്ക് റവന്യൂ റെസിപ്റ്റ്സ് 10 കോടി വന്നു. ദൈനംദിന ഇൻകമായിട്ട് എനിക്ക് 10 കോടി വന്നു. അതേസമയം എനിക്ക് ദൈനംദിന ചിലവായിട്ട് ഒരു 15 കോടി ഉണ്ട്. അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റ്സായിട്ട് എനിക്കൊരു 5 കോടി ഉണ്ട്. 5 കോടി. അതേസമയം എനിക്കിവിടെ ക്യാപിറ്റൽ ചിലവായിട്ട് 15 വേണം, 10 അല്ലേ, ഒരു 10 കോടി ആയി. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ എനിക്ക് എത്രയാണ് വരുന്നത്? ഇവിടെ 15 കോടിയുണ്ട് മൊത്തം വരവായിട്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ എന്തോരം ചിലവുണ്ടെന്ന്. 25 കോടി ചിലവുമുണ്ട്. 25 കോടി ചിലവുമുണ്ട്. അങ്ങനെയാകുമ്പം ഈ 15 കോടി വരവിൽ നിന്ന് 25 കോടി ചിലവാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കുറച്ച് പൈസ റേസ് ചെയ്യണം. പൈസ റേസ് ചെയ്യാൻ എന്താണ് ലോണാണ് എടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ലോൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പം ഇവിടെ എത്ര കോടി ലോൺ എടുക്കണം? 10 കോടി ലോൺ എടുക്കണം. ആ 10 കോടി ഞാൻ ലോണായിട്ട് എടുത്തു. അപ്പം ഇത് ആഡ് ചെയ്യുവാണേ. 10 കോടി ലോണായിട്ട് എടുത്ത് കഴിയുമ്പം 10 കോടി ലോണായിട്ട് എടുക്കുമ്പം ഇത് അങ്ങ് ബാലൻസ് ആവും, 25 കോടിയാവും. അപ്പം ഇനി നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് നോക്കാം. ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് കൂട്ടുന്നത് എങ്ങനെയാണ്? റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എന്ന് പറയുന്നത് 10 മൈനസ് 15 എത്രയാണ്? -5 കോടിയാണ്. അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പം ടോട്ടൽ റെസിപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ് ആണ്. ഈ എക്സ്ക്ലൂഡിങ് ബോറോയിങ് 10 കൂട്ടണ്ട. 10 കൂട്ടാതെ എത്രയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ? അതെത്രയാണ്? 25 കോടി മൈനസ് 15 കോടി ചെയ്യുമ്പം നമുക്ക് 10 കോടിയാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എടുക്കേണ്ട ലോൺ എമൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ 10 കോടി ലോൺ എടുത്താൽ കാര്യം നടക്കും എന്ന് വിചാരിച്ച് 10 കോടി ലോൺ എടുക്കണം എന്ന് പറഞ്ഞില്ലേ ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ 10 കോടി ലോൺ എടുത്താലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡ്യൂ കിടപ്പുണ്ട്. അതാണിത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തരും. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യം നടക്കാനുള്ള പൈസ ഇനിയപ്പോൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 10 കോടിയിൽ നിന്ന് കഴിഞ്ഞാൽ വേണം അത് 2 കോടി കടം കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എടുത്ത 10 കോടിയിൽ നിന്ന് 8 കോടി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 2 കോടി നമ്മൾ എങ്ങനെയെങ്കിലും വേറെ ഇനം കണ്ടെത്തണം. അതാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നാണ്. ഈ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് താരതമ്യേന ഒരു പുതിയൊരു കോൺസെപ്റ്റാണ്. ഇത് 2011 മാത്രം കൊണ്ടുവന്നൊരു പുതിയ കോൺസെപ്റ്റാണ്. ഇത് സെക്കൻഡ് UPA ഉണ്ടായിരുന്ന സമയത്ത് പ്രണബ് മുഖർജി ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നപ്പം അവതരിപ്പിച്ച ഒരു പുതിയ മെത്തേഡാണ്. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന എയ്ഡുകൾ അവർ വകമാറ്റി ബഡ്ജറ്റിൽ അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വകമാറ്റി ബഡ്ജറ്റിൽ ഏർപ്പെടുത്തുന്ന രീതിയാണ്. ഇതത്ര ബ്രോഡായിട്ട് പഠിക്കണമെന്നില്ല, അതിൻ്റെ ഇക്വേഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റവന്യൂ ഡെഫിസിറ്റ് ഒരു ഗവൺമെൻറ് സ്റ്റേബിളാണോ അല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ് റവന്യൂ ഡെഫിസിറ്റ്. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ്. അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. റവന്യൂ ഡെഫിസിറ്റ് ഈ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ഗവൺമെൻറ്റും എപ്പോഴും നോക്കുന്ന റവന്യൂ ഡെഫിസിറ്റ് എപ്പോഴും
സീറോ ആക്കാനാണ്, ന്യൂട്രൽ വാല്യൂ ആക്കാനാണ്. ഇത്രയും ഓർത്തിരിക്കും.